മദീന പള്ളിക്ക് സ്ഥാനം കിട്ടാൻ കാരണം ഹബീബ് ഹബീബിൻ്റേത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിസ്കാരത്തിന്റെ കൂലി മാത്രമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എന്റെ മസ്ജിദിൽ 1000 കൂലി. എന്നാൽ നിങ്ങൾക്ക് എന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വരാം, എപ്പോഴും വരാം. അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. മസ്ജിദുൻ നബവിയിലേക്ക് ചെന്നാൽ ആദ്യം എന്തു ചെയ്യണം? ഞാൻ ഇന്നലെ മസ്ജിദുൻ നബവിയിലാണ്, ഇന്നലെ ജുമുഅ അവിടെയാണ്, അതിൻ്റെ തലേ ഷാവൊക്കെ അവിടെയായിരുന്നു. സുബ്ഹാനല്ലാഹ്, എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു ഫീല് തോന്നുകയാണ്. 24 മണിക്കൂറാന്നല്ലേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, മദീനത്തെ പള്ളിയിൽ ചെന്നാൽ ആദ്യം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണോ അല്ല ഹബീബിൻ്റെ അടുത്ത് പോയി സലാം പറയണോ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കുകയാണോ വേണ്ടത്? 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ സലാം പറയാൻ വേണ്ടി ബാബുസലാമിലൂടെ പോയാൽ മതിയോ? അതിന് മഹാന്മാർ കൊടുത്ത, അശ്അരി പണ്ഡിതന്മാർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഹബീബിന്റെ അരികത്ത് ചെല്ലുമ്പോൾ അദബാണ് പാലിക്കേണ്ടത്. ഹുക്മ് അദബിന് വഴിമാറിക്കൊടുക്കും. ശരിക്കും മനസ്സിലാക്കുക, ഹബീബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദബ് വഴിമാറിക്കൊടുക്കും. നബി തങ്ങളോടുള്ള മഹബ്ബത്തിന്, തങ്ങളോടുള്ള മഹബ്ബത്താണ് ഹുക്മ് വഴിമാറിക്കൊടുക്കും ഹബീബിനോടുള്ള അദബിന്. നിയമം ഒരുപക്ഷെ ഒരു മസ്ജിദിൽ കയറിയാൽ ആദ്യം തഹിയ്യത്ത് നിസ്കരിക്കുക എന്നാണ് അല്ലേ? നമ്മളൊരു നിക്കാഹ് സദസ്സിലേക്ക് പള്ളിയിലേക്ക് പോവുക, അവിടെ പോയി ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിച്ചിട്ടിരിക്കുക. അതാണ് അവിടുത്തെ ഹുക്മ്. ഹബീബിന്റെ അരികത്തെത്തുമ്പോൾ ഹുക്മ് വഴിമാറി കൊടുക്കണം അദബിന്. അദബാണ് അവിടെ വേണ്ടത്. എന്നിട്ട് അശ്അരി പണ്ഡിതന്മാർ, ശാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കളടക്കം മഹാന്മാർ ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, ഹബീബിനോടുള്ള അദബ് പാലിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ഹബീബിന്റെ റൗളയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ സയ്യിദി അബൂബക്കർ, السلام عليك يا سيدي عمر بن الخطاب رضي الله عنكما. മഹാന്മാരായ ഹബീബിന്റെ സ്വാഹിബൈനിയോട്, സിദ്ദീഖ് എന്നവരോടും ഉമർ എന്നവരോടും പുണ്യ നിബിതങ്ങളോടും സലാം പറയണം. എന്തുകൊണ്ട്? മസ്ജിദുൻ നബവിയിൽ ചെന്നാൽ നിസ്കാരത്തിന് 1000 റക്അത്തിന്റെ കൂലിയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ മസ്ജിദിൽ പോയതെങ്കിൽ ശരിക്കും മനസ്സിലാക്കണം. മസ്ജിദുൻ നബവിയിലേക്ക് നിങ്ങൾ പോകുന്നത്, ചില ആളുകൾക്ക് ഹബീബല്ല വിഷയം, 1000 അല്ലേ, അത് വാരിപ്പോരാം. ആ 1000 എവിടെ നിന്ന് കിട്ടി? അത് 1000 ആവാൻ കാരണമെന്ത്? എന്താ കാരണം? മസ്ജിദി ഹാദാ, എന്റെ ഈ മസ്ജിദ് ഹബീബ് കിടക്കുന്നത് കൊണ്ടാണ് ആ മഹത്വം. ഹബീബ് ഇഷ്ടപ്പെട്ട മസ്ജിദായത് കൊണ്ടാണ് ആ മഹത്വം. അല്ലെങ്കിൽ ഹബീബിന്റെ കൈകൊണ്ട് ഹബീബ് ആദ്യം ഉണ്ടാക്കിയ പള്ളി ഖുബാ മസ്ജിദാൻ, മസ്ജിദ് ഖുബയാൻ. ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി, ഇസ്ലാമിലെന്ന് പറയാൻ തങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ മസ്ജിദ് ഖുബയാൻ. പക്ഷേ 3 മസ്ജിദുകളിൽ മസ്ജിദ് ഖുബയ്ക്ക് ഇടമില്ല, മസ്ജിദുൻ നബവിക്കാണ് ഇടം. അതെന്തുകൊണ്ടെന്നറിയുമോ? ആ ഷറഫ് കിട്ടിയത്, ആ സ്ഥാനം കിട്ടിയത് ഹബീബ് അവിടെയുണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരാൾ, എത്രയോ പീടികൾ, ഇവിടെ ഒരു ചില്ലാൻ ഗ്രില്ല് കാണുന്നു അല്ലേ? നിങ്ങൾക്ക് ഉദാഹരണം പറയാം, ആരുടെ ഷോപ്പാണെന്ന് എനിക്കറിയില്ല, ക്ഷമിക്കണേ സഹോദരങ്ങളെ. അവിടെ ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ വിളിച്ചിട്ട് പറയാൻ, ദേ നിങ്ങൾക്കിതാ ചില്ലാൻ ഗ്രില്ലിൽ ഒരു ഗ്രില്ല് ഞങ്ങളിവിടെ റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകട്ടോ എന്ന് നിങ്ങൾ ആ ഷോപ്പിൻ്റെ ഉടമ വന്ന് വിളിച്ചിട്ട് അവിടെ മൂപ്പരവിടെ ഇരിക്കുന്നുണ്ട്, ആ ഫുഡ് അവിടെ ഉണ്ട്. ബിദഅകൾ എന്താ ചെയ്യാന്നറിയോ? ആ ഫുഡ് വാങ്ങിപ്പോരും. അതെനിക്ക് വെച്ചതല്ല, എനിക്കുള്ളതല്ല, ഞാൻ അത് കിട്ടേണ്ട ആളല്ലേ. അഹ്ലുസുന്ന എന്ത് ചെയ്യും? ആ ഫുഡ് തൊടുന്നതിൻ്റെ മുമ്പ് ആ മുതലാളിയോട്, മാഷാ അല്ലാഹ് തഖബ്ബൽ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, വലിയൊരു ഉപകാരം നിങ്ങൾ ചെയ്തതിട്ടോ, എനിക്ക് വിശക്കുന്ന നേരത്തൊരു ഭക്ഷണമല്ലേ നിങ്ങൾ തന്നത്, അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിന് ഭക്ഷണം തരട്ടെ, എന്നിട്ട് ആ ഭക്ഷണം എടുത്ത് പോരും. അങ്ങനല്ലേ അതിൻ്റെ മര്യാദ. ആ മുതലാളിയെ തിരിഞ്ഞു നോക്കാതെ പ്ലേറ്റ് എടുത്ത് പോരുക ചെയ്യേണ്ടത്. അതല്ലേ ശരിക്കും നടക്കുന്നത്? എന്തുകൊണ്ട് മസ്ജിദുൻ നബവി? അത് ഹബീബുള്ളത് കൊണ്ടാണ്. പുണ്യ നബി തങ്ങൾ അവിടെ ഇല്ലെങ്കിൽ മസ്ജിദുൻ നബവി ഇല്ല.
വമസ്ജിദി നിസ്ബത്തുൻ ഇലാ ജസദിഹി ശരീഫ്. ഹബീബിന്റെ പുണ്യ ശരീരത്തിലേക്കാണ് ആ നിസ്ബ. എന്റെ മസ്ജിദ്. ലോകത്തുള്ള മണ്ണുകളിൽ, ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമി ഏതാ? കെട്ടിടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കെട്ടിടം കഅബാലയം. നമ്മൾ മനസ്സിലാക്കി. മണ്ണിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണേതാ? ഏതാ? പരിശുദ്ധമായ റൗള ഷരീഫ. എന്തുകൊണ്ട്? ഹബീബിന്റെ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. ആ മണ്ണിലാണ് ഹബീബിന്റെ ശരീരം കിടക്കുന്നത്. ഇനി മനസ്സിലാക്കുക. ജീവിച്ചിരുന്ന് 63-ാമത്തെ വയസ്സിൽ ഹബീബ് വഫാത്തായി, അല്ലേ? ആ വഫാത്തായ ഹബീബിന്റെ ശരീരം പരിശുദ്ധമായ അൽ ഹുജ്റത്തു ശരീഫയിൽ മറവ് ചെയ്തപ്പോ ആ മണ്ണിലേക്ക് ഹബീബിന്റെ ശരീരം ചേർന്ന് നിന്നപ്പോ ആ മണ്ണാണ് ലോകത്തെ മണ്ണിൽ വെച്ച് ഏറ്റവും വലിയ മണ്ണ്. ബിഇജ്മാഇൽ ഉലമാഇ ഖാതിബതൻ. ലോകത്ത് ഒരു പണ്ഡിതനും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ശ്രേഷ്ഠത കിട്ടിയത് ഹബീബ് ആ മണ്ണിലേക്ക് വന്നപ്പോ ആ മണ്ണിന് ശ്രേഷ്ഠത കിട്ടിയിട്ടുണ്ടെങ്കിൽ പുണ്യനബി തങ്ങളുടെ ശരീരവും ആ ശരീരത്തിലെ എല്ലുകളും ആ പുണ്യ ഹബീബിൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടി ഭ്രൂണമായി ആമിന ബീവിയുടെ ഉദരത്തിൽ രൂപപ്പെടുമ്പോ ആ ഉദരത്തിന്റെ ഉടമയായ ആമിന ബീവി നരകത്തിലാണ് എന്ന് പറയുന്നവന്റെ മണ്ടത്തരം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ ഹബീബ് മണ്ണിലേക്ക് കിടന്നപ്പോ മണ്ണുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ. പിന്നെ ആ ഹബീബ് ഉദരത്ത് കടന്നപ്പോ ഹബീബിന്റെ ചോരയും അവിടുത്തെ മാംസവും എല്ലുകളും രൂപപ്പെട്ടത് ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിലാ. എന്നിട്ട് പറയാ, ഉളുപ്പില്ലാതെ പറയാ, ആ ഗർഭത്തിന്റെ ഉടമയായ ആമിന ബീവി നരകത്തിലാണ്. ആലോചിക്കുന്നുണ്ടോ? ഇതാണ് ബിദ്അത്തിന്റെ വിഷയം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് ഗൗരവമാണ്. നമ്മുടെ അഖീദയാണ് ഈ കളഞ്ഞു കുളിക്കുന്നത്. ഇങ്ങനെ മണ്ണിന് ശ്രേഷ്ഠതയുണ്ടെങ്കിൽ ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹയുടെ പുണ്യനബി തങ്ങളുടെ നുത്ഫത്ത് ക്യാരി ചെയ്തു കൊണ്ടുവന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾക്ക് സ്ഥാനമുണ്ടാവണ്ടയോ? ഇത് ഏത് കുട്ടിക്ക് മനസ്സിലാവാൻ പ്രയാസമുണ്ട്? ആർക്കാ ഇത് മനസ്സിലാക്കാൻ പ്രയാസം? എന്നിട്ട് ലീഫ്ലെറ്റ് അടിച്ചുവിടും, ഇന്ന അബീ വ അബാക ഫിന്നാർ അസ്തഗ്ഫിറുല്ലാഹ്. നബി തങ്ങളുടെ ഉമ്മാനെ വാപ്പനെ നരകത്ത് പറഞ്ഞേക്കല ചില ആൾക്കാരുടെ ജോലി. അത് നരകത്ത് പറഞ്ഞിങ്ങനെ നടക്കുക. അതാണ് വലിയ വിവരം. റബീഉൽ അവ്വൽ കിട്ടുമ്പോ ഈ വിവരം ഹബീബിനെ വേദനിപ്പിക്കുമോ ഇല്ലയോ? ഈ ഒരു വാക്ക് പറഞ്ഞാൽ ഹബീബ് സന്തോഷിക്കുമോ ഇല്ലയോ? അങ്ങനെ വന്നാൽ ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ ഒരു അപകടം. ഞാൻ ആരെയും കുറ്റം പറയാനോ, നാളെ ഏതെങ്കിലും മറ്റു ബിദ്അത്തിന്റെ സംഘടനക്കാർ നാളെ ക്ലിപ്പേറ്റ് വരും. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ മുഴുവൻ കേൾക്കണം. ക്ലിപ്പ് വീരന്മാരുണ്ടാവും, കട്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകുന്നവർ. പറഞ്ഞ് മുഴുവൻ കേൾക്കണം. അത് കേൾക്കാതെ നിങ്ങൾ ഉണ്ടാക്കുക. ദുരുദ്ദേശപരമായിട്ട് ചെയ്യരുത്. ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇത് ദീനാണ്. അവർക്ക് ക്ലിപ്പുണ്ടാക്കി ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള പരിപാടിയാക്കാരോ, ഉദവി ഇങ്ങനെ പറഞ്ഞു നാളെ വരും. ഇപ്പോൾ ഒരുത്തർ കുറിച്ചത് ഉണ്ടാക്കുന്നുണ്ടാവും. ഓൺലൈനിൽ ഇരുന്നിട്ടേ ക്ലിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നാളെ ചിലവാക്കാൻ എന്തിന്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ലേബിളിൽ പൈസ ഉണ്ടാക്കുക. യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പച്ച നുണ പറയാ. ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, നബിതങ്ങളോ സ്വഹാബികളോ മൗലിദ് ആഘോഷങ്ങൾ ചെയ്തില്ലായിരുന്നു എന്ന് വെച്ചാൽ പോലും അത് ബിദ്അത്ത് സയ്യിഅത്തായി മാറൂല എന്ന് പറഞ്ഞെടുത്ത് അവർ ചെയ്തില്ല എന്നത് ശരി തന്നെയാണ്. അവിടെ മുറിച്ചു. എന്റെ സെന്റൻസ് പൂർത്തിയായിട്ടില്ല. അവരിങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ആഘോഷിച്ചില്ല എന്ന് ശരി എന്ന് വിചാരിച്ച് പിൽക്കാലത്തുണ്ടായ ഒരു നല്ല കാര്യം അത് തെറ്റാണെന്ന് പറയാൻ പാടില്ല എന്നാ പറഞ്ഞു കൊണ്ടുവരുന്നത്. അത് പറയാൻ വിടൂല. അപ്പോഴും കട്ട് ചെയ്യാം. ഓന്റെ സ്വാതന്ത്ര്യമാണ്. ഞാനതൊക്കെ തിരുത്തി കൊടുത്തു. അപ്പൊ അതിലും വലിയ ചീത്തവിളി ബാക്കിൽ. പിന്നെ ഞാൻ വിട്ടു. തിരുത്തി കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ അഖീദയെ വെച്ച് കളിക്കരുത്. നമ്മൾ എന്ത് കുരുത്തക്കേട് കളിച്ചാലും അള്ളാഹു ഒരുപക്ഷെ തൗബ സ്വീകരിക്കും. അഖീദയിൽ മാറ്റം വന്നാൽ സംഗതി കൈവിട്ടുപോകും. ഹബീബ് ആരാണ്? പുണ്യനിബിതങ്ങൾ ആരാണ്? ഇത് മനസ്സിലാക്കി നമ്മൾ. ആരാ പുണ്യനിബിതങ്ങൾ? നിബിതങ്ങളുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന അപകടം എന്താണ്? എന്താ അപകടം? നിബിതങ്ങൾ ജനിച്ചത് കാഫിറായിട്ടാണെന്നാണോ പിന്നെ പറയേണ്ടത്? അങ്ങനെയാണോ അതിന്റെ അർത്ഥം വരിക? അല്ലേ? ഉമ്മയും വാപ്പയും കാഫിരീങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ 40-ാമത്തെ വയസ്സിൽ നിബിതങ്ങൾ കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതാണോ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ലേ അർത്ഥം വരിക? പുണ്യ നബിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു ആരോപണമല്ലേ അതുകൊണ്ടുണ്ടാകുന്നത്? അതെന്താ അവര് മനസ്സിലാക്കാത്തത്? അപ്പൊ പിന്നെ മറ്റ് ഹദീത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഹദീത്തിന്റെ അർത്ഥം? ഇന്ന അബീ വ അബാക ഫിന്നാർ. അബ് എന്ന പ്രയോഗം ആർക്ക് പറയുന്നതാണ്?
ആരെക്കുറിച്ചൊക്കെയാണ് അറബ് ഭാഷയിൽ അബ് എന്ന് പറയുന്നത്? ആ ഹദീസിന്റെ ബലാബലം എന്താണ്? ലാ യുഹ്തജ്ജു ബിഹി ബിമഫ്ഹൂമിഹി. ആ ഹദീസിന്റെ ആശയം വെച്ച് ഒരിക്കലും ഫത്വകൾ പറയരുത് എന്ന് പറയാൻ ധൈര്യപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ, ഫഖറുദ്ദീൻ റാസി തങ്ങൾ, അല്ലാമ സുയൂത്തി തങ്ങൾ, അല്ലാമ മനാബി റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗത്ഭരായ പണ്ഡിതൻ അല്ലാമൽ കച്ചാനി, പ്രഗത്ഭരായ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയവരും മുൻഗാമികളുമായ ഇമാം നബവി തങ്ങളടക്കം. എന്നിട്ട് ഈ ചെറുക്കന്മാർ പരിഭാഷ എടുത്തിട്ട് കൊണ്ടുവരാ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തില. എവിടെ നിന്ന് കിട്ടി അബ് എന്ന വാക്കിന് വാപ്പ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന്? എന്റെ എളാപ്പ എന്റെ മൂച്ചാപ്പ അബൂ ത്വാലിബ്. അമ്മ നബിതങ്ങൾ യതീമാണ്, യതീമുകളെ വളർത്തുന്ന അമ്മമാരെ അബ് എന്ന് വിളിക്കാറുണ്ട്. ഏതുപോലെ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ പിതാവിന്റെ സഹോദരനായ ആസർ എന്നവരെ അബ് എന്ന് വിളിച്ച പോലെ വാലിദ് എന്ന് പറഞ്ഞ വാപ്പയാണ്. അവിടെ നോ ഡിസ്കഷൻ. അബ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എളാപ്പാക്ക് പറയും അബ്, ഖുർആനിൽ തന്നെ തെളിവുണ്ട്. മൂത്താപ്പാക്ക് പറയും, വല്ലിപ്പാക്ക് പറയും അബ്. പക്ഷെ വാലിദ് എന്ന് പറഞ്ഞാൽ അവിടെ വാപ്പയാണ്, ജനനം നൽകിയ വാപ്പയാ. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ള ഹബീബിന്റെ പരമ്പര ആദം അലൈഹിസ്സലാം വരെ സുരക്ഷിതരായിരുന്നു എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക്